ടു ലിസ്റ്റ്, അതായത് രണ്ട് ലിസ്റ്റുകളിലുള്ള എലമെൻസിൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ എലമെൻസിൻ്റെ സം കാണാനാണ് നമ്മുടെ റിക്വയർമെൻ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഉള്ള ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലിസ്റ്റിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് തമ്മിൽ സം ചെയ്ത് എഴുതാൻ സാധിക്കുകയുള്ളൂ. സോ അത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ലിസ്റ്റ് എയിൽ നമുക്കുള്ള വാല്യൂസ് a equal to 1, 2, 3 ആണെന്ന് വിചാരിക്കുക. ബിയിലുള്ളത് നമുക്ക് 4, 5, 6 ആണെന്ന് വിചാരിക്കുക. സോ ഇതിൽ നമുക്കറിയാം നമുക്ക് വേണ്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 + 4 = 5, 2 + 5 = 7, 3 + 6 = 9. ഈ രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതിന് ഉള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നമ്പർ അറേയാക്കി കൺവേർട്ട് ചെയ്തിട്ട് സിംപ്ലി a + b കൊടുത്ത് നമുക്ക് സം ചെയ്യാൻ സാധിക്കും. അതായത് എയും ബിയും നമ്പർ അറേയാക്കാൻ പറ്റും. സോ ആദ്യം നമ്പർ ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം np. അറേക്കകത്ത് എ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു നമ്പർ അറേയെ മാറ്റും, എയുടെ നമ്പർ അറേയെ മാറും. അതുപോലെ np.array ബി കൊടുത്തു കഴിഞ്ഞാൽ അത് ബിയുടെ നമ്പർ അറേയെ മാറ്റും. അവ തമ്മിൽ നമുക്ക് ഇതുപോലെ സിംപ്ലി പ്ലസ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെക്ടറൈസ്ഡ് ഓപ്പറേഷൻ ചെയ്ത് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇവിടെ 5, 7, 9 എന്നിവ സം ചെയ്ത് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ആദ്യത്തെ അറേയിൽ നമുക്ക് 1, 2, 3 ആണുള്ളത്. രണ്ടാമത്തെ അറേയിൽ 4, 5, 6. സോ ആദ്യത്തെ റിസൾട്ട് 5, രണ്ടാമത്തെ റിസൾട്ട് 7, ലാസ്റ്റിൻ്റെ റിസൾട്ട് 9. ഇനി ഇത് ഓരോ അറേയിലും ഇതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് അറേ എയും ഇത് അറേ ബിയും ആണ്. സോ രണ്ടിൻ്റെയും ഇൻഡെക്സ് പൊസിഷൻസ് സെയിം ആണ്. അതായത് ആദ്യത്തെ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 0, രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 1, ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 2. അപ്പോൾ നമ്പർ അറേ ഇല്ലാതെ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൂപ്പ് യൂസ് ചെയ്ത് ഐട്രേറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. സോ അതിനായിട്ട് നമുക്കൊരു ലൂപ്പ് എഴുതാവുന്നതാണ്. for I in range 3 കൊടുത്താൽ നമുക്ക് 0 to 2 വരെയുള്ള വാല്യൂസ് ഐയിൽ വരുന്നതായിരിക്കും. സോ ഇവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. സോ ഈ ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് a of i അതുപോലെ b of i തമ്മിൽ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പെക്റ്റീവ് സം വാല്യൂസ് കിട്ടുന്നതായിരിക്കും. അതായത് 5, 7, 9 നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു വേറൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു ലിസ്റ്റിലോട്ട് ഇതിനെ സ്റ്റോർ ചെയ്യുകയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് രണ്ടുമല്ലാതെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ യൂസ് ചെയ്ത് ചെയ്യാം. സോ a of I, b of I for I in range 3. സോ അത് ഞാൻ സിയിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സോ ആ രീതിയിലും എനിക്ക് റിസൾട്ട് കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റ് സം ഓഫ് എലമെൻറ്റ്സ് ഓഫ് ടു ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പല രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്.